അടുത്ത മാസം 9 നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ ദേശീയ ചാനൽ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 140 അംഗ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ഒന്നാമത്തെ ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ UDF 3 സീറ്റുകൾ വരെയും LDF 2 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 7 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 14 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും 1 സീറ്റ് NDAയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും 1 സീറ്റ് NDAയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 3 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ UDFും 5 സീറ്റുകൾ വരെ LDFും 0 സീറ്റ് NDAയും മറ്റുള്ളവർ 1 സീറ്റും നേടാനാണ് സാധ്യത. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ UDF 81 സീറ്റുകൾ വരെയും LDF 56 സീറ്റുകൾ വരെയും NDA 2 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 1 സീറ്റും നേടാനാണ് സാധ്യത. വോട്ട് ശതമാനം നോക്കിയാൽ UDF 40%, LDF 36%, NDA 19%, മറ്റുള്ളവർ 0.5% നേടാനാണ് സാധ്യത.